ഈ ചേമ്പല കൊണ്ട് ഇത്ര അടിപൊളി ഒരു സ്നാക്കോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, അതിലോട്ട് ചേമ്പിൻ്റെ ഇല അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് താളം നാട്ടോ പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിലോട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഉപ്പ് പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് നല്ലതുപോലെ കൈയും കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് കടലമാവും കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ കാണുന്ന പരിവാകുമ്പോൾ നമ്മൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് കുറച്ച് മാവായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം നമ്മുടെ പക്കോട ഇതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നല്ല അടിപൊളി പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വയനാട്ടിൽ മഴയൊക്കെ പെയ്ത് അന്തരീക്ഷമൊക്കെ നല്ല തണുത്തിരിക്കുകയാണ്. ആ ടൈമിൽ നല്ല ചൂട് പക്കോടയും കട്ടൻ ചായ ഉണ്ടായി വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.